അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മോളായിട്ട് അംഗനവാടിയിൽ വന്നിക്കാണ് കേട്ടോ. മോനൂസുണ്ട് അംഗനവാടിയിൽ ഇരിപ്പാണ്. അപ്പോൾ മോനൂസിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനിപ്പോൾ 2.5 വയസ്സൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കടയിലാക്കുകയാണല്ലോ, അവനും പരിചയമാക്കി കഴിഞ്ഞാൽ 1 മാസം കൂടിയൊക്കെ ആകുമ്പോഴത്തേന് ഇരിക്കുകയാണെങ്കിൽ അവനെ ഇരുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അംഗനവാടിയിൽ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടീച്ചർ എത്തിയിട്ടില്ല. അപ്പോൾ ടീച്ചറെ വെയിറ്റ് ചെയ്താണ്ടിരിക്കുകയാണ്. നേരത്തെ വന്നിട്ടോ. വന്നേക്കന്നെ കളിക്കാനുള്ളതൊക്കെ കിട്ടി. അതൊക്കെ എടുത്ത് മോളൂസിൻ്റെയും മോനൂസിൻ്റെ ഒക്കെ കയ്യിലിരിപ്പുണ്ട്. കുറേ മുന്നേ ഞാൻ അംഗനവാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താമസം കുറച്ച് അങ്ങോട്ട് ആക്കിയപ്പോൾ ഇവിടുന്ന് മാറിയപ്പോൾ വീടിൻ്റെ തൊട്ട തന്നെ അംഗനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ പ്രശ്നമൊക്കെ കൂടിയായിട്ട് കുട്ടികളെ എത്തിയിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ തൊട്ട് തന്നെ താമസിക്കുന്നതിന് തൊട്ട് അംഗനവാടി ഉണ്ട്. പിന്നെ അതിലാക്കാമല്ലോ എന്ന് വിചാരിച്ചു. നഴ്സറി ചേർക്കാമെന്നൊക്കെ വിചാരിച്ചു. ഉമ്മാൻ്റെ അസുഖമൊക്കെ കാരണം നഴ്സറിയിലൊന്നും ആക്കിയില്ല. അപ്പം മോള് കിച്ചണിലൊക്കെ വന്ന് നോക്കുകയാണ്. അവൾക്ക് ഇതൊക്കെ പണി. അവളെവിടെ കയറിയാലും എല്ലായിടത്തും കയറി തപ്പും. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് തപ്പുകയാണ് കാണുന്നത്. അടങ്ങിയിരിക്കൂല. അപ്പോഴത്തേക്കും അവൾ കിച്ചണിലെത്തി. അപ്പം ഞാൻ പുറകെ വന്നതാട്ടോ. ഇങ്ങനെ ടീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ടീച്ചർ വന്നത്. അങ്ങനെ ടീച്ചർ എത്തി. പ്രതിജ്ഞയൊക്കെ ചെല്ലാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിലൊന്നും പോയി നിൽക്കാതെ അവൾ പുറത്ത് ഇവിടെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് എന്നെ കണ്ടാൽ അങ്ങനെ തന്നെ പിന്നെ എൻ്റെ കൂടെ വരാനൊരുങ്ങി. അപ്പോൾ ഞാൻ 2 ബണ്ണൊക്കെ വാങ്ങി. ആഗസ്റ്റ് 15 അല്ലേ. അപ്പോൾ വാങ്ങുമ്പോൾ ഞാൻ ഈ കളർ തന്നെ വാങ്ങി. അതാണ് ആളുടെ തലമ. അപ്പോൾ ഇനി ആഗസ്റ്റ് 15 ഡ്രസ്സിന് മോനൂസാണ് കേട്ടത്. അവനും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പോയി കളിക്കുന്നതൊക്കെ പിടിച്ച് ഓനവിടെ കൂടി നടക്കുകയാണ്. അങ്ങനെ ഞാനങ്ങനെ അങ്ങാടിക്ക് പോന്നു കേട്ടോ. എന്താ പെട്ടെന്ന് അങ്ങാടി കാണിക്കണമെന്നോ. അങ്ങനെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് അംഗൻവാടിയിലാക്കി കൊടുത്തിട്ട് അങ്ങനെ കടയിൽ വർക്ക് കുറച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങാടിക്ക് വന്നു കേട്ടോ. അങ്ങനെ മോൾക്ക് ബാഗ് വാങ്ങണം, സ്ലേറ്റ് വാങ്ങണം. ഉണ്ടായിരുന്നതൊക്കെ ആകെ നാശമായി കിടക്കണം. ഒക്കെ ഉമ്മ അങ്ങോട്ട് എടുത്തെറിഞ്ഞു ഇങ്ങോട്ട് എടുത്തെറിഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഉമ്മ കിടക്കണോടത്ത് മോള് കൊണ്ടുപോയിട്ടിട്ട് മോനും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ആകെ നാശമായിട്ടോ. ബാഗൊക്കെ നാശമായിട്ടുണ്ട്. ഞാൻ വില ചോദിച്ചാണ്. അപ്പോൾ നല്ല വിലയാണ് പറയുന്നത്. ഇവിടെ കടകളൊന്നും അങ്ങനെ പരിചയമായിട്ടില്ല. ഇന്ന കടയിൽ കയറി ഇന്ന ഇത് കിട്ടും, ഇന്ന റേറ്റിൽ എന്നൊക്കെ ഉള്ളൊരു പരിചയമായി വരുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡിൽ കടകളൊക്കെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു കടയിൽ ആദ്യം ഫസ്റ്റ് ഇറങ്ങി ആ ഭാഗത്ത് കടയിൽ വെച്ച് പിന്നെ ഈ ഭാഗത്ത് കടകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തപ്പി വന്ന അങ്ങനെ ആ കടയിൽ വില വെച്ചു. അങ്ങനെ അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കട കണ്ടത് കേട്ടോ. ഫുള്ള് ബാഗുകൾ തൂക്കിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അടുത്തടുത്ത് 2 കട ഉണ്ട്. പിന്നെ അങ്ങനെ നോക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി. അതൊക്കെ കുറേ നോക്കി. അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്തെ ഒരു കട. അതും പോയി നോക്കി. അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ കടയിലാണ് ചെറിയ ഐറ്റംസുകൾ കുറേ കണ്ടു. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടു. അങ്ങനെ ഈ കടയിലാണ് ഞങ്ങൾക്ക് പറ്റിയതൊക്കെ ഉള്ളത് തോന്നി. അടുത്തടുത്തായിട്ട് 2 കട ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിൽ കയറിട്ടോ. ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ട്. ഞാൻ മോൾക്ക് 2 വാളയും കമ്മലും പിന്നെ മാലയും ഒക്കെ മേടിച്ചു. ഞാൻ ഫുള്ളങ്ങനെ നോക്കി.
നല്ല നല്ല ഐറ്റംസുകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടി വാങ്ങാനുള്ളൊരു പൈസ ഇല്ല. അല്ലെ കാണുമ്പോഴൊക്കെ വാങ്ങാൻ തോന്നും. നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ പെണ്ണുങ്ങളെ ശീലമാണല്ലോ. ഇവിടെ കാണുന്നതൊക്കെ ഫാൻസി കടയിൽ കയറിയാൽ ഒക്കെ വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് എടുത്തന്നെ വീടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാനതൊക്കെ വീട്ടിൽ കടയിലോ എത്തിയിട്ട് ഞാനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾ കടയിലേക്ക് കൊടുത്തിട്ടില്ല, അംഗൻവാടിയിൽ നിന്ന് പിന്നെ ഇവിടെ ഉള്ളത് ചായക്കടയിലാണുള്ളത് കേട്ടോ. വീട്ടിലാക്കിയിട്ട് കാര്യമില്ല. വീട്ടിൽ ഉമ്മ നോക്കൂല, ഉമ്മ പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലുമ്മ ഇരിക്കില്ല, നോക്കൂല. ഞാൻ കടയിലാണ് ആക്കിയത്. കുട്ടികളെ ഇങ്ങോട്ട് അങ്ങാടിക്ക് കൊടുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയൊക്കെ പെയ്തു. ഞങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുണ്ട്. ബസ്സിലാണ് കേട്ടല്ലോ ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ അങ്ങാടി. അങ്ങനെ ഞാൻ കടയിലെത്തി. ഇതാണ്ട് കമ്മൽ. ഒരു കമ്മൽ ഞാൻ അവളെ കാതിലിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇതാണ് ബാഗ്, വാങ്ങിച്ച ബാഗ് ഇതാണ് കേട്ടോ. മാല വാങ്ങിച്ചു, 2 വാളയും വാങ്ങിച്ചു. ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചപ്പോഴത്തേന് തന്നെ 600 രൂപകളായി. ബാഗ് സ്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. മാല വേണമെന്ന് പറഞ്ഞേച്ചേ 2 ദിവസം ഉണ്ടാവുക. എത്രയോ മാല 30-നും 40-നൊക്കെ വാങ്ങി പൊട്ടിച്ച് കളഞ്ഞു. ഈ കമ്മൽ ഇതാ വാങ്ങിയത് കേട്ടോ. പെൺകുട്ടികളാകുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ. സ്ലേറ്റും വാങ്ങി. അപ്പോൾ ഇനി സ്കൂളിൽ ചേർക്കണ പോലെ തന്നെ മറ്റേ സ്ലേറ്റൊക്കെ ആകെ നാശാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ പുതിയ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പഴയത് മോനക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അവനും വേണ്ടി വരും. അപ്പോൾ പഴയ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയുണ്ട് മോനൂസിന് കൊടുക്കുക. അപ്പോൾ ഇവിടെത്ത് കാണുമ്പോൾ അവനും ഒരു ബാഗും സ്ലേറ്റൊക്കെ കാണേണ്ടി വരും. അപ്പോൾ അത് അവൻ്റെ കയ്യിലും കൊടുക്കുക. അപ്പോൾ അവന് ചെരുപ്പ് വാങ്ങി. അതാണ് അവൻ കാണിച്ചു തരാറുണ്ടത്. പിന്നെ ഇതായി കളിക്കണത് വാങ്ങി. ഈ സംഭവത്തിന് 100 രൂപ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ പോലെ ഒന്നല്ല. അങ്ങാടിക്ക് പോയാൽ നോട്ട് ബുക്കും വാങ്ങിച്ചു. അവൾ നോട്ട് ബുക്കൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാൻ കേട്ടോ. അതല്ല പുതിയതാണ്. എന്നാ വാ ഇങ്ങോട്ട് പോയോ? ആ ഇങ്ങോട്ട് വാ. ഞാൻ ഉരുത്തരാം. കളറ് പോയില്ലേ? കുറച്ച് കളറുണ്ട് ഉണ്ടാട്ടോ. കാട്ടെ ആൾക്കാർ കിട്ടുക.
കമ്മലോ? ആ കമ്മല് പഴയ കമ്മലിട്ടിട്ട് നോക്കിക്കോട്ടെ, അവൻ നോക്കിക്കോട്ടെ. ഇനിയുണ്ട്. ആ ഇനിയുണ്ട്. ആ എനിക്ക് വേണോ ഖാദീത്തെ? എനിക്ക് വേണോ ഖാദീത്തെ? വേണം എനിക്ക്. ആ എവിടെ കളിക്കണത്? എവിടെ ഇഷ്ടപ്പെട്ടാ കളിക്കണ? ഇഷ്ടപ്പെട്ടാ? നല്ല ഇഷ്ടമായി? എവിടെ ഇഷ്ടമായത്? ആഹാ നല്ല ഇഷ്ടമായല്ലോ. കളിച്ചോളിട്ടോ. ഇനിയിപ്പോ ഓടി കളിക്കുക. കടിക്കല്ലേ? ആ ബുദ്ധിയുണ്ട്. എനിക്ക് അംഗനവാടി പോണോ? അംഗൻവാടി പോണോ? അതില് റെനുവിന് അംഗൻവാടി പോണോ? പോണോ? ആ ചെരുപ്പിട്ടോ അംഗൻവാടി പോവാന്. ഞാൻ ചെരുപ്പിട്ടോ. അടക്ക് ചെരുപ്പിടാണ്. അംഗൻവാടി പോണ കാര്യം പറഞ്ഞ അപ്പൊ ചെരുപ്പിടും. അടാ ആ ചെരുപ്പിട്ടോ. കൊണ്ട് കുട്ടിക്ക് കൊടുക്ക്. എനിക്ക് പഠിച്ചിട്ടുണ്ട്. ഇനി പോകുമ്പോ അതേപോലത്തെ ഡബ്ബ് എനിക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടാളും കൂടി ആയിട്ട് കളിച്ചോളി. അതൊക്കെ ഇവിടൊക്കെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? കിട്ടിയ സന്തോഷം. സിങ്കും പാത്രങ്ങളും പൈപ്പൊക്കെ മേടിച്ചു. ഹായ്, അപ്പോൾ കൂട്ടുകാരെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.